അമൽ കെ ജോബി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രം ഗുമസ്തൻ. പടം എനിക്ക് ഒരു 85% സാറ്റിസ്ഫൈ ആവുന്ന തരത്തിലാണ് വന്നിട്ടുള്ളത്. ഒരു ഡീസന്റ് ത്രില്ലർ ആയിട്ടാണ് പടം എടുത്തിട്ടുള്ളത്. അതെല്ലാം നമുക്ക് കണക്ട് ആവുന്ന തരത്തിൽ തന്നെയാണ് സിനിമയിൽ വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോ ഒരു ക്യാരക്ടർ റോള് അല്ലെങ്കിൽ അതുവരെ സൈഡ് ക്യാരക്ടേഴ്സ് ആയിട്ട് അഭിനയിച്ചിരുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു പുതുമുഖം അഭിനയിക്കുന്ന ഒരു സിനിമ ചില ആളുകൾക്കൊക്കെ കാണുന്ന സമയത്ത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു വിമുഖത ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ആ ഒരു സംഭവം മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ആവുന്ന അല്ലെങ്കിൽ ക്യാരക്ടർ നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ആവുന്ന തരത്തിലുള്ള ഒരു പ്രകടനമാണ് ഇതിലെ മെയിൻ ലീഡായിട്ട് വന്ന ഇതുവരെ സൈഡ് റോളുകളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ജെയ്സ് ജോസഫ് എന്ന് പറഞ്ഞ നടൻ കാഴ്ചവെച്ചിട്ടുള്ളത്. അദ്ദേഹം വളരെ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്തത്. ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഗുമസ്തൻ, ഒരു ലീഡിങ് അഡ്വക്കേറ്റിന് കീഴിൽ വർക്ക് ചെയ്തിരുന്ന, ഇപ്പോൾ റിട്ടയർഡ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു അട്ടിപ്പിക്കൽ നേച്ചറുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ പ്രധാന കഥാപാത്രമായ ഈ പള്ളിക്കാടൻ എന്ന് പറയുന്ന ജെയ്സ് ജോസഫ്. ആ കഥാപാത്രത്തിനെ ഉൾക്കൊണ്ട് ഒരു സിനിമ മൊത്തത്തിൽ താങ്ങി നിർത്തുന്ന ഒരു പ്രഷർ ഇല്ലാത്ത രീതിയിൽ തന്നെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. എനിക്ക് തോന്നിയത് നമ്മുടെ ബിജു മേനോനൊക്കെ സ്യൂട്ട് ആവുന്ന തരത്തിലുള്ള ഒരു റോളായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. എന്നിരുന്നാലും അദ്ദേഹം ഒരു മെയിൻ ലീഡായിട്ട് പുതിയതായിട്ട് ഒരു സിനിമയിൽ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു പതർച്ചയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അദ്ദേഹം ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. വേറെ കുറെ ആക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. അലക്സാണ്ടർ പ്രശാന്ത്, ദിലീഷ് പോത്തൻ, പിന്നെ നമ്മുടെ ബിബിൻ ജോർജിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള അദ്ദേഹം ഒരു വളരെ മികച്ച ഒരു നടനാണ്. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് ഒരു ലീഡ് റോളിൽ വരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ കുറവാണ് സിനിമകളിൽ കിട്ടുന്നത് എന്ന് എനിക്കൊരു ഫീൽ തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം അഭിനയിക്കുന്ന സമയത്ത് ആ ഒരു ഇമോഷൻ രംഗങ്ങളെ നമുക്ക് വളരെ സങ്കടകരമായ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രത്തിന്റെ മാനസിക വ്യവഹാരങ്ങൾ അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിക്കുന്നതിൽ വളരെയധികം വിജയിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ സിനിമയിൽ തന്നെ ഒരു അച്ഛൻ മകൻ എന്ന ആ ബന്ധത്തിൽ ഒരു വ്യത്യാസപ്പെട്ട രീതിയിലാണ് ക്യാരക്ടറുകൾ രണ്ടും ഉള്ളത്. അപ്പൊ അവരുടെ ഇടയിൽ വരുന്ന പല സാഹചര്യങ്ങളും വിഷമഘട്ടങ്ങളും മനസ്സിലാക്കാത്ത അവസ്ഥയും അതുപോലെ തന്നെ സങ്കടത്തിന്റെ പീക്കൊക്കെ അദ്ദേഹം സ്ക്രീനിൽ അത് അഭിനയിച്ച് ഫലിപ്പിക്കുമ്പോൾ നമുക്ക് ആ ഒരു പേര് നമുക്ക് കിട്ടുന്ന തരത്തിൽ തന്നെയാണ് ബിബിൻ ജോർജ് അഭിനയിച്ചിട്ടുള്ളത്. അത് എല്ലാ സിനിമയിലും എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അദ്ദേഹം നല്ലൊരു നടനാണ്. അദ്ദേഹം ഇനിയും അദ്ദേഹത്തിന് ലീഡായിട്ട് വരുന്ന ഒരുപാട് മൂവീസ് കിട്ടണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം. പിന്നെ ഇതില് നമ്മുടെ സഞ്ജു ടെക്കിയുടെ ഗേൾ ഫ്രണ്ട് അദ്ദേഹം ഒരു ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട്. ബിബിൻ ജോർജിന്റെ പേരായിട്ടാണ് അദ്ദേഹം വരുന്നത്. സിനിമയിൽ ഡയറക്ട്ലി ആ ക്യാരക്ടറിന് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ആ ബിബിൻ ജോർജ് ചെയ്യുന്ന കഥാപാത്രത്തിനോട് നമുക്ക് മാനസികമായി കൂടുതൽ അടുക്കാൻ ഇവർ തമ്മിലുള്ള ആ ബന്ധം ഉപകരിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി സ്ക്രീനിൽ കാണുന്ന സമയത്ത്. ഇനിയും കുറച്ചും കൂടി നന്നായി ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ടാലന്റ് ഉള്ള അല്ലെങ്കിൽ പോളിഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ടാലന്റ് ഉള്ള ഒരു വ്യക്തിയാണ് ആ നടിയെന്ന് തോന്നി. വേറെ ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി പോകെ വേറെ സിനിമകളിലൊക്കെ ഇനിയും ബെറ്റർ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. ആ സിനിമയുടെ ആ കഥാഗതി നീങ്ങുന്നത് വളരെ സസ്പെൻസ്ഫുൾ ആയിട്ട് തന്നെയാണ്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ആണ് കൂടുതൽ എൻഗേജിങ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഹാഫിൽ മൊത്തം ആ ക്യാരക്ടർ നറേഷനും അതുപോലെ തന്നെ ക്യാരക്ടർ റിവീലേഷൻ, നമ്മുടെ ലീഡായിട്ട് വരുന്ന ജെയ്സ് ജോസഫ് ആരാണ്, അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ എന്താണ്, അദ്ദേഹം എത്ര ഇൻഫ്ലുവൻഷ്യൽ ആണ്, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ട്രേറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് കൂടുതൽ സമയം ചെലവഴിച്ചത്. ആ ഒരു എലമെന്റ് അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് സെക്കൻഡ് ഹാഫിൽ സാധാരണ ത്രില്ലർ സിനിമകൾ കാണുമ്പോൾ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത തരത്തിലാണ് സെക്കൻഡ് ഹാഫിൽ പോകുന്നത്. ആരാണ് ഇത് ചെയ്തത്, എങ്ങനെയാണ് ഇത് ചെയ്തത്, അങ്ങനത്തെ ഒരു സംഭവം തന്നെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഒരു 2-3 സ്ഥലത്ത് നല്ല ഒരു ഹൈ തരുന്ന ട്വിസ്റ്റുകൾ സിനിമയിലുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. സിനിമയിലെ ഒരു പ്രധാന പോരായ്മയായിട്ട് തോന്നിയതും ഈ ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞ ആ ഒരു ക്യാരക്ടർ റിവിലേഷൻ സീനുകൾ തന്നെയാണ്. ഒരുപാട് ലെങ്ത് കൂടിയ പോലെ തോന്നി. കുറച്ചൊന്ന് ലെങ്ത് കുറച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എൻജോയബിൾ ആവുമായിരുന്നു.
അതുപോലെ തന്നെ ഒരു സെയിം റിപ്പീറ്റഡ് കൈൻഡ് ഓഫ് ഷോട്ടുകളാണ് സിനിമയിൽ കാണിക്കുന്നത്. ഭൂരിഭാഗം പേരുടെ ഒരു പുതിയ ക്യാരക്ടർ ഇൻട്രൊഡക്ഷന്റെ സമയത്ത് ഫോളോ അപ്പ് ഷോട്ട് സ്ലോ മോഷനിൽ കുറേ നേരം കാണിക്കും. മേ ബി അതുകൊണ്ടായിരിക്കും സിനിമയുടെ ലെങ്ത് നമുക്ക് ഒരുപാട് കൂടിയതുപോലെ തോന്നി. കുറെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാമായിരുന്നു. സ്റ്റീഫൻ ദേവസിയാണ് ഇതിൽ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗത്ത് ഒരു ഇമോഷണൽ ഹുക്കിംഗ് ഒരു മ്യൂസിക്കിന്റെ പീസ് ഉണ്ട്, അത് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ബിബിൻ ജോർജുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന BGM ആണ്. എന്തായാലും അത് തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ഡീസന്റ് ക്രൈം ത്രില്ലർ ആയിട്ടാണ് ഈ സിനിമ എനിക്ക് അനുഭവപ്പെട്ടത്. നിങ്ങൾ സിനിമ കണ്ട ആളാണെങ്കിൽ താഴെ നിങ്ങളുടെ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.